ഇപ്പോൾ ഇതാ കൂടുതൽ സന്തോഷമാണ് മോഹൻലാൽ ആരാധകർക്ക് പുറത്തു വരുന്നത്. എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത എന്നല്ലാതെ മോഹൻലാലിൻ്റെ ഈ വാർത്തയെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. നിരവധി പേർക്ക് ഇപ്പോൾ മോഹൻലാലിനോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഇതാ ദുരന്തഭൂമിയിൽ അനുഭവിക്കുന്നവർക്കും ദുരന്തഭൂമിയിൽ കഷ്ടത നേരിടുന്നവർക്കും വേണ്ടി 3 കോടി രൂപയുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ. അതോടൊപ്പം തന്നെ നശിച്ചുപോയ സ്കൂൾ കൂടി ഞങ്ങൾ പണിത് ചെയ്യും എന്നാണ് ഇപ്പോൾ അദ്ദേഹം വാക്കു നൽകുന്നത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും മോഹൻലാലിന്റെ മുന്നിൽ കണ്ണീരൊപ്പുന്ന കാഴ്ചയാണ് കാണുന്നത്. മുണ്ടക്കൈ സ്കൂളും പുതുക്കി പണിയുമെന്നും ഈ നാടുമായുള്ള ആത്മബന്ധം വളരെയധികമാണെന്നും മോഹൻലാൽ കുറിച്ചു. സൈനിക വേഷത്തിലെത്തിയ മോഹൻലാൽ പ്രതീക്ഷയായി മാറുകയാണ് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ. മുണ്ടക്കൈയിലും ചൂരൽമലയിലും സൂപ്പർ ഇടപെടലുമായി നടൻ മോഹൻലാൽ എത്തിയിരിക്കുന്നു. വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 3 കോടി നൽകുമെന്ന് പ്രഖ്യാപിച്ച നടൻ മോഹൻലാൽ തന്നെ രംഗത്തെത്തിയോടെ ഇതോടെ പ്രേക്ഷകരെല്ലാവരും വാർത്തകൾ ഏറ്റെടുക്കുന്നു. മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷൻ സംഭാവന നൽകുമെന്നാണ് മോഹൻലാൽ തന്നെ പറയുന്നത്. ഉരുൾപൊട്ടലിൽ നശിച്ച മുണ്ടക്കൈ LP സ്കൂൾ പുതുക്കിപ്പണിയുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ സ്കൂൾ പുതുക്കിപ്പണിയുമെന്ന വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഭാരവാഹികളൊരാളായ സംവിധായകൻ മേജർ രവി കൂടി പറയുന്നുണ്ട്. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക വേഷത്തിലാണ് ഇന്ന് ദുരന്തബാധിതരെ കാണാനെത്തിയത്. അവിടെ എത്തി സ്ഥലം സന്ദർശിക്കുകയും അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും സൈനികരോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്തു. അവസാനം അവിടെ ക്യാമ്പിലുള്ളവരെയും പോയി കണ്ട് ആശ്വാസവാക്ക് നൽകിയതിനു ശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ മോഹൻലാൽ വ്യക്തമാക്കിയത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ മോഹൻലാലിന്റെ മുന്നിൽ കൈകൂപ്പുന്നു. ഇത്രയും ദിവസമായി മോഹൻലാൽ ഒന്നും പ്രതികരിച്ചില്ല എന്നായിരുന്നു പ്രേക്ഷകരുടെ പരാതി. എന്നാൽ ആ പ്രതികരണം ഇപ്പോൾ വലിയൊരു സഹായത്തിന്റെ രൂപത്തിലാണ് എത്തുന്നത്. മോഹൻലാൽ 3 കോടി രൂപ അവർക്ക് നൽകുമെന്ന് പറയുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്ന് പ്രേക്ഷകർ പറയുന്നു. അതവർക്ക് വലിയൊരു സഹായമായി മാറുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. ശരിക്കും മോഹൻലാലിനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. അത് വളരെയധികം സന്തോഷം നൽകുന്നുവെന്ന് പറയുന്നു. മോഹൻലാൽ തന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ ഇതിനു മുൻപും പലരെയും സഹായിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ താൻ സഹായഹസ്തവുമായി എത്തുമെന്ന് നേരിട്ടെത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ മോഹൻലാലിന്റെ മുന്നിൽ കണ്ണീരോടെയാണ് ഇപ്പോൾ വയനാട്ടിലെ ആരാധകരും നാട്ടുകാരും കൈകൂപ്പുന്നത്. ഈ നാടുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട്. പണ്ടിവിടെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു. ഏറ്റവും സങ്കടകരമായ കാഴ്ച കുറച്ചു ദിവസങ്ങളായി കാണുന്നു. ഒരുപാട് പേർ കുറ്റവരും ഉടയവരും വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടു. ആർമിയും പോലീസും ദുരിതാശ്വാസ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും എന്തിനൊരു കല്ലെടുത്ത് മാറ്റിവെച്ച് കുട്ടി പോലും നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കയ്യടി അർഹിക്കുന്നവയാണ്. ആരെയും കുറ്റപ്പെടുത്താനില്ല. എല്ലാവരോടൊപ്പം നിൽക്കാനാണ് എനിക്ക് സന്തോഷം. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇപ്പോൾ നിൽക്കുന്നത്. മുകളിൽ പോയി കാണുമ്പോഴാണ് വ്യാപ്തി മനസ്സിലാകുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിത്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നൽകാനില്ല. എന്നിരുന്നാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നു. പിന്നാലെ തന്നെ എത്ര രൂപയാണോ ആവശ്യമെന്നും എത്രയൊക്കെ ഞങ്ങൾക്ക് നൽകാൻ കഴിയുമെന്നും കണ്ടെത്തി അതിന് തന്നെ നൽകുമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.